അമ്മ എനിക്ക് ഇത്തിരി ചായ വെച്ച് കേട്ട് എന്താ കാണിക്കുന്ന? നിനക്കത് കണ്ടറിയണില്ലേ? ഞാൻ ഈ അടുപ്പും ഇതിനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. എന്തിനാ അടുപ്പ് വൃത്തിയാക്കണം? ഇത്ര കാലവും ഞാൻ കണ്ടില്ലല്ലോ ഇത്. നിനക്കിപ്പോ ചായ വേണമെന്ന് പറഞ്ഞില്ലേ, അതിന് തന്നെ ഞാനിപ്പോ ഈ അടുപ്പ് വൃത്തിയാക്കണേ. ഒരു ചായ വെക്കാൻ എന്റെ അമ്മ അടുപ്പ് കത്തിക്ക്. എന്റെ ദൈവമേ! അതെ, ഇനി മുതലേ ചായയും ചോറൊക്കെ അടുപ്പ് തന്നെ വെക്കാൻ പോണേ. എന്റെ അമ്മ, എനിക്കൊന്ന് വേഗം ഗ്യാസിൽ ചായ വെച്ചെന്നേ. ഗ്യാസില് ചായ വെക്കാനാ? എന്താ ഇത്ര ദിവസം ഗ്യാസിൽ തന്നെയാണ് ചായ വെച്ചത്? ആകെയുള്ളൊരു കുറ്റിയാ, അതെങ്ങ അത്യാവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുക. അപ്പഴാ നിന്റെ ഒരു ഗ്യാസില് ചായ വെക്കല്. ഓ, അടുപ്പിലാണെങ്കിൽ അടുപ്പിൽ എനിക്ക് ഇത്തിരി ചായ വെച്ചമ്മ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിനക്കിപ്പോ ചായ വെക്കാൻ അടുപ്പ് കത്തിച്ചാലേ വൈകുന്നേരത്തേക്കുള്ള ദോശയും സാമ്പാറും ഒക്കെ ആക്കിയതിനു ശേഷം ഞാൻ അടുപ്പ് എടുത്തുള്ളൂ. വൈകുന്നേരത്തേക്കുള്ള ദോശ ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെക്കാം. അയ്യേ, ചൂടായ ദോശ എനിക്കൊന്നും വേണ്ടപ്പാ. നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഞാൻ പോയിട്ട് അടുപ്പ് കത്തിക്കട്ടെ. ഇവിടെ വെച്ച് തീപ്പെട്ടി എവിടെ പോയി? ഓ, അടുപ്പ് കത്തിക്കാനും തീപ്പെട്ടി കാണാനല്ലേ? അമ്മ ഒരു മെഴുകുതിരിയെടുത്തിട്ട് ഗ്യാസ് നിങ്ങടെ കത്തിക്ക്. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാലോ. എന്ത് ഗ്യാസ് കത്തിക്കാനാ? അത് വെറുതെ തീപ്പെട്ടി തരേണ്ടവരോട്ട് പറഞ്ഞതാണമ്മ. കടയിൽ പോയിട്ട് 1 രൂപ കൊടുത്താലേ തീപ്പെട്ടി കിട്ടും, അതേപോലെ ഗ്യാസ് കിട്ടില്ല. ഇനി എപ്പ അടുപ്പ് കത്തിച്ചിട്ട് ചായ എവണോ അപ്പഴേ നിനക്ക് ചായം കിട്ടുള്ളൂ. ഓ, ഇനി ഒരു തുള്ളി ചായ കുടിക്കണെങ്കിൽ എപ്പ കിട്ടാന്? ഓ, എന്റെ ഗ്യാസേ.